ഇന്ന് സാധാരണ ഒരു ദിവസമാണ്. സമ്മർ വെക്കേഷന് ഇത്ര അധികം ചൂട് ഇത് ആദ്യമായിട്ടാണ്. പുറത്തെ ചൂടുകൊണ്ട് ഇപ്പൊ വീട്ടിലിരിക്കുന്നതാണ് കുറച്ചുകൂടെ സുഖമല്ല. അതുകൊണ്ട് ഇന്ന് വിചാരിച്ച കുറച്ച് പ്ലാൻസ് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ എന്നത്തെയും പോലെ ഒരു സ്ലോ മോർണിംഗ്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഉള്ളിൽ വന്നപ്പോൾ ഐസമും ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ നമുക്ക് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തേങ്ങ ഒക്കെ ഒന്ന് എടുത്തിടാൻ വേണ്ടിയിട്ട് ഇമ്മച്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ഒരു 1-2 തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങ് പോകും. എന്നിട്ട് വേഗം റനുവിന്റെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. അവളെ സ്കൂളിൽ ബുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിക്കൊണ്ട് വരാനാണ്. പ്രത്യേകിച്ച് ഞാൻ മാറ്റണമൊന്നുമില്ല, ജസ്റ്റ് സൺസ്ക്രീനും ഐബ്രോ ഒന്ന് റെഡിയാക്കുകയും ചെയ്തു. പിന്നെ മസ്കാര ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വിടാത്തൊരു കാര്യം ലിപ്സ്റ്റിക് ആണല്ലോ, പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. എങ്ങനെങ്കിലും പെട്ടെന്ന് ഈ ഒരു വെയിൽ അങ്ങ് കുറഞ്ഞാൽ മതി എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥന ആയിരിക്കുമല്ലോ ഇപ്പൊ എല്ലാവർക്കും. നിങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലെ തന്നെ ചൂടാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ആക്കണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം പോകാനായപ്പോഴാ ഞാൻ വാച്ച് ഇടാണ്. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആട്ടോ ഇത്. വാച്ച് ഇടാതെ ഞാൻ പുറത്തിറങ്ങിയേ സമയം നോക്കാനൊന്നുമല്ല, വെറുതെ ഒരു രസത്തിൽ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോകാനിതാ ഈ ഒരു കണ്ണടയും ഞങ്ങൾ പോവാന്ന് കേട്ടപ്പാടിതാ ആള് വന്ന് ഒറ്റടിക്ക് ഡ്രസ്സൊക്കെ മാറ്റി വരുന്നുണ്ട്. പിന്നെ കമന്റ് ബോക്സിൽ കണ്ണട വെച്ചിട്ട് രസമില്ല എന്നുള്ളതൊന്നും ആരും പറയരുത്. ഒരു രസമില്ല എന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം. പക്ഷെ കണ്ണ് കാണണ്ടേ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ ആട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കോലത്തിലൊക്കെ പോണത്. പിന്നെ അത് മാത്രല്ല വെയിലൊക്കെ അല്ലേ, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്തിനാ വെറുതെ വെയിലത്തേക്ക് നിർത്തി. പിന്നെ ഞങ്ങൾ സ്കൂളിലേക്കൊന്നും കയറിയിട്ടില്ല, ഓള് വാങ്ങിയിട്ട് അങ്ങ് വന്നു. പിന്നെ കുറച്ച് മിഠായും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് അങ്ങ് പോയി. പുറത്തു പോയി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സുഖാട്ടോ. ഇപ്പോൾ ആ ഫാനിന്റെ അടിയിൽ ഇരിക്കാൻ ഇതുപോലത്തെ എന്തെങ്കിലും മിഠായി വാങ്ങി വന്നിട്ട് ബാക്കിയുള്ളവരെ തീറ്റിക്കലാട്ടോ അവന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ തുടക്കാൻ വന്നപ്പോൾ എന്റെ കൂടെ തുടക്കാനും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ, നല്ല അടിപൊളിയായിട്ടുള്ള ഊണ്. അത് അടിപൊളിയാവാൻ ഞാൻ അന്നത്തെ ദിവസം തന്നെ കംപ്ലീറ്റ് ആവാത്ത പോലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് അങ്ങ് കിടന്നുറങ്ങും. അപ്പോൾ ഇന്നതൊക്കെയുള്ളൂ.